പണ്ടത്തെ ആൾക്കാർ കോമൺ ആയിട്ട് ആഫ്റ്റർ നമുക്ക് ഹൈ ആയിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അധ്വാനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ യാത്ര പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ശരീരത്തിനൊരു സ്ട്രെസ്സോ പനിയോ അല്ലെങ്കിൽ ദേഹം വേദനയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരപ്പെട്ട ജോലികളൊക്കെ എടുത്തു കഴിഞ്ഞാലൊക്കെ ഉപ്പിട്ട വെള്ളത്തിൽ കുളിക്കുന്നത് പതിവായിരുന്നു. ഇതെന്തിനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം ആൻറ്റി ബാക്ടീരിയലും ആൻറ്റിസെപ്റ്റിക് ഒക്കെയാണ് ഈ ഉപ്പ് എന്നുള്ളത്. അതുപോലെ തന്നെ മസിലിൻ്റെ വേദനകളെ കുറയ്ക്കാനും മസിലിൻ്റെ ആ സ്ട്രെസ്സ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട വെള്ളത്തിൽ കുളിക്കുന്നത് സഹായകരമാണ്. ജോയിൻറ്റ് പെയിനൊക്കെ ചെറിയ രീതിയിലുണ്ടെങ്കിൽ മാറും. അതുപോലെ തന്നെ ഹൈഡ്രേഷൻ വളരെയാണ് കേട്ടോ. അതായത് നമുക്ക് ഭയങ്കര ഡ്രൈനെസ് ഉള്ള ഒരു സമയത്ത് കൈകളും കാലുകളൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഉപ്പിട്ട വെള്ളത്തിൽ കുളിക്കുന്നത് കൊണ്ട് ആ സ്കിന്നിന് ഒരു മാർദ്ദവും ഒരു ഹൈഡ്രേഷനൊക്കെ കിട്ടും, ഒരു മോയ്സ്ചറൈസ്ഡ് എഫക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ വൃത്തിയുടെ കാര്യം, എന്തെങ്കിലും ശരീരത്തിൽ ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റും. സ്കിൻ കെയർ തരുന്ന ഒരു സാധനം തന്നെയാണ് ഉപ്പ് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കും. ഉപ്പ് ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സ് കുറയ്ക്കും. അതുപോലെ തന്നെ സ്ലീപ്പ്, നമുക്ക് ഉറക്കം നന്നായിട്ട് കിട്ടും കേട്ടോ. ഉറക്കക്കുറവുള്ളവർ ആഴ്ചയിൽ 2-3 ദിവസം കുറേ ഉപ്പ് വാരിയിടേണ്ട, വളരെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ വെള്ളം തയ്യാറാക്കി കുളിക്കുന്നത് എന്നുള്ളതാണ്. ചൂടാക്കി കുളിക്കുന്നത്. ചൂടായ ശേഷം ഒന്ന് ഉപ്പ് അതിൻ്റെ അകത്തേക്ക് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്.